നമ്മളപ്പോൾ തിയേറ്റർ റിലീസ് കഴിഞ്ഞിട്ട് OTT പടമായിട്ട് വന്നിട്ടുള്ള ഗോളം എന്ന സിനിമയെ കുറിച്ചാണ്. നമ്മൾ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സംജദാണ്. സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന സംജദും പ്രവീൺ വിശ്വനാഥും കൂടി ചേർന്നിട്ടാണ്. ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് സജീവാണ്. രഞ്ജിത്ത് സജീവ് കൽബ് എന്ന ഒരു മൂവി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പുള്ളി അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അലൻസിയർ ഉണ്ട്, സണ്ണി വെയിൻ, ദിലീഷ് പോത്തൻ, നമ്മുടെ സിദ്ദിഖ, ഇങ്ങനെ കുറച്ച് പരിചിതമായ മുഖങ്ങളുണ്ടെങ്കിലും കൂടുതലും പുതിയ ആളുകളെ വെച്ചിട്ടാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ഒരു ത്രില്ലർ സിനിമ വരുന്നതിന് ശേഷം, അത് വിജയിച്ചതിന് ശേഷം തുടരെ അത്തരം സിനിമകൾ വരുന്നതും ഒരു തരത്തിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാത്ത കുറേ ത്രില്ലർ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എല്ലാത്തിനും ഒരേ പാറ്റേൺ ആയിരിക്കും, ഓരോ ഫ്ലോ ആയിരിക്കും. നമ്മൾ ഇതിനോടൊപ്പം തന്നെ കണ്ടു ശീലിച്ചത് കൊണ്ട് തന്നെ ഓരോ പടവും കാണുമ്പോൾ നമുക്കറിയാം ഓരോ ബൈ സീനും ഒരു ടെംപ്ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഗോളം എന്ന സിനിമ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ മൂവിയാണ് ഗോളം. ശരിക്കും തിയേറ്ററിൽ മിസ് ചെയ്ത ഒരു പടം തന്നെയാണ്. കാരണം ഒന്നാമത് സ്ക്രീൻ കുറവായിരുന്നു, പിന്നീട് ഓരോ തിരക്കുകൾ കാരണം വിട്ടുപോയി. അങ്ങനെ OTT റിലീസായി എത്തിയിട്ടുണ്ട്. നമ്മൾ സിനിമ തുടങ്ങുന്നത് ഒരു VTech എന്നൊരു കമ്പനിയിൽ നിന്നാണ്. അവിടുത്തെ സ്റ്റാഫുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സിനിമ തുടങ്ങുന്നു. പിന്നീട് ഒരു മരണം സംഭവിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുന്നത് പുള്ളിക്കൊരു സംശയം തോന്നിയത് ഒരു മർഡറാണോ. പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. ഒരു യൂഷ്വൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന രീതിയിൽ നിന്നും തുടങ്ങി ഒരു മെഡിക്കൽ രംഗത്തെ വലിയൊരു ക്രൈമിലോട്ട് സിനിമ ചൂണ്ടുന്നുണ്ട്. സോ ഇതിൻ്റെ റൈറ്ററായ പ്രവീൺ വിശ്വനാഥ് സബ്ജത്തും വളരെ ഗംഭീരമായിട്ട് തന്നെ അത്യാവശ്യം നല്ല പണിയെടുത്തിട്ട് തന്നെ എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ്. സിനിമയുടെ ആ ഒരു എഫേർട്ട് സിനിമയുടെ ത്രൂ ഔട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു മെഡിക്കൽ ക്രൈമും അങ്ങനെ അത് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നവർക്കൊരു ആകാംക്ഷ ഒട്ടും തന്നെ ഉണ്ടാവില്ല. കാരണം എന്നെപ്പോലെ തന്നെ കുറേ ആളുകൾ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്തിട്ട് OTT കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. സോ എന്തായാലും അവർക്ക് വേണ്ടി ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കുന്നില്ല. ഈ സിനിമ ആദ്യാവസാനം നല്ല രീതിയിൽ എൻഗേജ് ചെയ്തു പോകുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റീസ് ആയാലും അതിൻ്റെ പ്രൊഡക്ഷൻ ആയാലും എല്ലാം ഒരു നല്ല ഒരു സിനിമയായിട്ട് തന്നെ ഫീൽ ചെയ്തിരിക്കുന്നുണ്ട്. പുള്ളി ഫസ്റ്റ് മൂവിയാണ് ആ ഡയറക്ടറിൻ്റെ. അതിൻ്റെ ഒരു കാര്യവും എനിക്ക് തോന്നിയില്ല, എനിക്ക് പേഴ്സണലി ഒന്നും തോന്നിയില്ല. ഒരു രഞ്ജിത്ത് സജീവ് എന്നുള്ള ഒരു പുതിയ ഒരാളാണ്. കൽബ് എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. സോ എനിക്ക് ആദ്യമായിട്ടൊരു മുഖമാണ്. പക്ഷെ എന്നാൽ പോലും ആ ഒരു പോലീസ് ഓഫീസറിൻ്റെ റോള് കറക്റ്റ് ആപ്റ്റായി പോലെ തോന്നി. പിന്നെ സിദ്ദിഖ നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും പ്രകടനത്തിൽ മോശമൊന്നുമല്ല. സണ്ണി വെയിനും കൊള്ളായിരുന്നു കുറച്ച് സമയമുള്ളെങ്കിൽ. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് വിട്ട് ഒരു ലീഡും കൊണ്ട് വെച്ചിട്ടാണ് സിനിമ നിർത്തുന്നത്. കാരണം കുറേ കാര്യങ്ങളുണ്ട് ഇനിയും. ഉറപ്പായും സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കാരണം അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിരിക്കും, ഇതിനെ പോലെ തന്നെ ഡീസൻറ്റ് ത്രില്ലർ തന്നെ ആയിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ OTT പോയി കാണുക. ഗോളം നല്ലൊരു സമീപകാലത്ത് വന്ന നല്ലൊരു ത്രില്ലറാണ്. കാരണം കുറേ അധികം ത്രില്ലർ സിനിമകൾ വരുമ്പോൾ എല്ലാം കുഴപ്പമില്ല, അങ്ങനെ ഒരു രീതിയിൽ പോകുന്നതിനേക്കാൾ അപ്പുറം ഒരു നല്ലൊരു സിനിമ തന്നെയാണ്. ബോറടിപ്പിക്കാതെ നല്ല ഒരു ആകാംക്ഷയോടെ കണ്ടിരിക്കാവുന്ന, അവസാനം വരെ ആ ഒരു തോട്ട് എനിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഡയറക്ടറിൻ്റെയും ആ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും തോട്ടാണ് ഇത്തരത്തിലൊരു തോട്ട്. കാരണം ഒരു ത്രില്ലർ സിനിമ എടുക്കുമ്പോൾ ഏറ്റവും വലിയ തലവേദന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തുടക്കമൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ എല്ലാ സിനിമയിലും വന്ന പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് മാറ്റി ഒന്ന് ഫ്രഷായിട്ട് തോന്നിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സോ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു തോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ്. സോ നിങ്ങൾ കാണുക, നല്ലൊരു സിനിമയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.